കണ്ടറിയൂ കേട്ടറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കലാം, JS യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല. ഇത് കണ്ടോ, കുറച്ച് മീൻ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസ് എല്ലാം മീൻ കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെ ആയിരുന്നു. എങ്കിൽ പോലും ഇന്ന് ഇതൊരു സ്പെഷ്യൽ മീനാണ്. ഓലക്കുടിലല്ല, ഓലക്കുടി മീനച്ചാർ. ഓലക്കുടി മീനച്ചാർ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ പീസ്, ഇതിപ്പം അവർ വലുതായിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്, അലുവ പീസ് പോലെ തന്നേക്കുന്നത്. ഇവനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കണം. ഇതിപ്പോൾ ഞാൻ ഇതുണ്ടല്ലേ കംപ്ലീറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു ചെറിയ കനം മതി നമുക്ക്. ഇതിന് ഈ കനത്തിൽ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ലത് കല്ലുപ്പിൻ്റെ നീര്, ഉപ്പ് പൊടിയല്ല, കല്ലുപ്പിൻ്റെ നീര് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഓലക്കുടി എന്നുള്ള മീൻ ഇപ്പോൾ ഈ അച്ചാർ വെക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത് അച്ചാറിനെ സെലക്ട് ചെയ്യാൻ കാരണം. മീൻ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഓലക്കുടി മാത്രമല്ല, നമുക്ക് അച്ചാറിന് സിയർ ഫിഷ്, അതായത് നെയ്മീൻ, പിന്നെ ചൂര ഇടാറുണ്ട്, അല്ല കേരമീൻ ഇടാം, അയല, മത്തി, ഇതെല്ലാം അച്ചാറിടാം. പക്ഷേ നല്ല കട്ടിയുള്ള മീനാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ഇടാൻ ഒരു നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഉണ്ട്, നല്ല ഇറച്ചി പീസ് പോലെ നല്ല ഇതാണ്. ഇറച്ചി പോലും നമ്മൾ അച്ചാറിടും, അറിയാമല്ലോ, ബീഫൊക്കെ അച്ചാറിട്ട് നടക്കാറുണ്ട്. ഇച്ചിരി മുളക് പൊടി ചേർക്കാം. ഇത് പോരെ, ഇത്രയും മുളക് പൊടി എടുത്തു. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇതൊക്കെ ടീസ്പൂൺ എടുത്ത് ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഒരു കണക്കാണിതല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ഇപ്പം ഉപ്പും മഞ്ഞളും മുളകും ഇതിലേക്ക് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതൊന്ന് നല്ല സെറ്റാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നു. ഇതെന്തിനാണ് ഈ നല്ലെണ്ണ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ശുദ്ധമായ നല്ലെണ്ണ. ഇത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇതിലാണ് നമ്മൾ ഈ അച്ചാറിടാനുള്ള ഓലക്കുടിയൻ വറുത്തെടുക്കാൻ പോകുന്നത്. തിളയ്ക്കുന്ന ആ സമയം അപ്പം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ വെളിച്ചെണ്ണയിൽ നമുക്കിത് വറക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ വറക്കാം, നമ്മളിത് കുറച്ച് ഇരിക്കണമെങ്കിൽ, പൂപ്പൽ കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ വറുത്താൽ അത് അധികം വേഗം പൂക്കത്തില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ഈ മീൻ ഇതിലേക്കിടാം. ഇതിപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് സൂക്ഷിച്ച് വേണം ഇടാൻ. വെള്ളമയം ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു മയമുള്ളൂ, അല്ലാതെ വെള്ളം ഇതിൽ വീഴുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പിച്ച് നമ്മുടെ മുഖത്തേക്ക് എണ്ണ തെറിച്ച് വീഴും. വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ.
അപ്പോൾ ഈ നല്ലെണ്ണ ഇവൻ കിടന്ന് മൊരിഞ്ഞ് ഒന്ന് റെഡിയാകട്ടെ. സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി എടുക്കാം. നല്ല ബ്രൗണിഷ് ആയിട്ട് വരും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അച്ചാറിടണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ നല്ലെണ്ണ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ അച്ചാറിടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അധികം ഇരിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൂത്തുപോകും. അതുകൊണ്ട് പറഞ്ഞു ഇത് മൂക്കട്ടെ. മൂക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അടുത്ത ട്രിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകിട മൂടി വെച്ചാൽ നമുക്കിവിടെ ഒന്നും എണ്ണയൊന്നും തെറിക്കത്തില്ല. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഉണ്ടോ, ഉലുവ ഇതിലേക്ക് ആക്കി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാൻ എണ്ണയിലിട്ടേക്കാണ്. കടുകുണ്ട്, ഉലുവയുണ്ട്. ഇത് മൂത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറാകുമ്പം ഞാനിത് കോരി മാറ്റും. ഇവിടെ നമ്മുടെ മീനും കിടന്ന് നല്ല മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ശക്കലം കൂടെ മൊരിയണം. അത് നല്ല ഫ്രൈ ആകട്ടെ. ഇതിനൊന്ന് നല്ലതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇവിടെ മീൻ കിടന്ന് രണ്ടാമത്തെ ട്രിപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഇഞ്ചിയാണ് നമുക്ക് വറുത്ത് കോരേണ്ടത്. ഇപ്പം നമ്മൾ വെളുത്തുള്ളി വറുത്ത് കോരിയ പോലെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മൾ അതേപോലെ വറുത്ത് കോരണം. ഇപ്പം നമ്മുടെ രണ്ടാമത് സെക്ഷൻ മീനും നമുക്ക് കോരിയെടുക്കാം. 1/2 കിലോ ഓലക്കുടിയാണ്. ഇഞ്ചി ഏകദേശം വറുത്ത് ഇഞ്ചി നമ്മൾ കോരി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വരണം. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മീൻ വറുത്തു, പിന്നെ വെളുത്തുള്ളി വറുത്തു, പിന്നെ ഇഞ്ചി വറുത്തു. ഇതിൻ്റെ കൂടെ ഉലുവായും ഉണ്ട്, കടുകും ഉണ്ട്. ഇനി അടുത്തത് ചുമന്നുണ്ട്. മീൻ മറക്കുന്ന സ്മെല്ല്, മീനച്ചാർ ഇട്ടപ്പം അതിൻ്റെ സ്മെല്ല് കേട്ട് വന്നേക്കുക. നോക്കി എന്നാ രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ് മീനച്ചാർ കഴിക്കാൻ വേണ്ടി. വെയിറ്റ് റെഡി ആകട്ടെ. റെഡി ആകുമ്പോൾ അതിൻ്റെ ചോറിനകത്തിട്ട് ഇളക്കി തരാം. ഓക്കെ, ആ ശരി. നല്ലതായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില വറുത്തെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണേ. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടാം.
കുറച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ നമുക്കിതിനകത്തേക്ക് മീനിടാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ചൂടാക്കിയത് മൂപ്പിച്ചത്. അതിനുശേഷം എന്താ മീനിടുവാണ്. മീനിട്ടു, ഇതിട്ടു, എല്ലാം കൂടി ഇപ്പം ഇടുക. നമ്മുടെ പരിപാടി ഏകദേശം ഫിനിഷാകുന്നു. നമ്മൾ വറുത്ത് വെച്ച ഐറ്റംസ് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്ന ഉള്ളി, പിന്നെ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഇതെല്ലാം വറുത്ത് നമ്മൾ കോരി വെച്ച സാധനങ്ങളെല്ലാം ഒന്നൊന്നായിട്ടാണ് വറുത്തത്. ചുമ്മാ ഇട്ടിട്ട് നമ്മൾ കറി വെക്കുന്ന പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടില്ല. എല്ലാം ഓരോന്നായിട്ട് വറുത്ത് നമ്മൾ എടുത്തു. ഇനിയിപ്പം ഇത് ചീത്തയാകാതിരിക്കണം, നല്ല ഇച്ചിരി പുളിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി ഇത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ച് നല്ല ഭരണി എടുത്ത് അതിനകത്ത് ഇത് മിക്സ് ചെയ്ത് അതിനകത്ത് വെച്ച് അതിലേക്കിട്ട് നല്ല മൂടിക്കെട്ടി പഴയ കാരണവന്മാരൊക്കെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും വിനാഗിരിയും ഈ എരിവും പുളി ഇതെല്ലാം കൂടി മീനിലോട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള സാധനമായിരിക്കും. എന്തായാലും ഞാൻ ചുമ്മാ വെറുതെ ഇതിൻ്റെ ടേസ്റ്റ് വെറുതെ ഒന്ന് ഇപ്പം വിനാഗിരി ഒഴിച്ചില്ല, ഞാനിപ്പോൾ ഒഴിച്ച് വെക്കാൻ പോവാണ്. അതിന് മുമ്പ് ഇതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ. എണ്ണയ്ക്കകത്ത് ഇതൊന്ന് ശരിക്കും കുതിർന്നതിന് ശേഷം വേണം വിനാഗിരി ഒഴിക്കാൻ. ഇപ്പം എന്തായാലും ഞാനിപ്പോൾ ഒരു പീസ് എടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ. പൂച്ചക്കുട്ടന്മാർ രണ്ടുപേരും ഇത് തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് രണ്ട് ജ്യൂസ് കൊടുക്കണം. സൂപ്പറാണ്, അധികം എരിവില്ല, എല്ലാ മസാലയും പിടിച്ചിട്ടുണ്ട്. ഇനി വിനാഗറിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്, അതിപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കും. നല്ല ചൂട് ചോറെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 കഷ്ണം എടുത്ത് ഇത് ഒരുപാട് ഇത് കഴിക്കരുത്, കാരണം അച്ചാറാണ്. ഇതിൻ്റെ ഗ്രേവിയെ കൂടെ ഇളക്കി കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുറച്ച് വിനാഗിരിയാണ്, ഇത് വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇത് ഇത്ര വിനാഗിരി മതി. ഇപ്പോൾ ഇത് തിളപ്പിക്കരുത്, ഇത് ചൂടൊന്നായാൽ മതി. ചൂടാക്കിയ വിനാഗിരി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു. അച്ചാറിടാം, ചെമ്മീൻ അച്ചാറിടാം, നമുക്ക് ഇഷ്ടമുള്ള മത്തിമീൻ അച്ചാറിടാം, ഇലയിടാം. പക്ഷേ എല്ലാം ഇതേപോലെ വറുത്തെടുത്ത് നല്ല പക്ക ആക്കണം കേട്ടോ. ഇതാണ് ഓലക്കൊടി മീനച്ചാർ. കണ്ടറിയൂ, കേട്ടറിയൂ.